അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സബ്ഉൽ മൂബിഖാത്ത്, വൻപാപങ്ങൾ 7 അതിൽ ഏറ്റവും വലുത് അശ്ശിറുക്കു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കലാണ് വൻപാപങ്ങളിൽ ഒന്നാമത്. അള്ളാഹുവിന് ശിർക്ക് വെക്കുന്നത് അല്ലാഹു തആല ഒരിക്കലും പുറത്തു തരികയില്ല. അങ്ങനെ നാം അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം നാം സദൃഢമാക്കുക. ആമൻതു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം നാം സദൃഢമാക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ റബ്ബിനെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നതാണ്. അങ്ങനെ നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക. അങ്ങനെ നാം 2 കാര്യങ്ങളെപ്പറ്റി അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ്. ഇവകളെല്ലാം എന്തിൻ്റെ പേരിൽ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അവകൾ അസ്സിഹത്തു വൽ ഫറാഅ്, അല്ലാഹു തആല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ്. അല്ലാഹു തആല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവന് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അവന് വേണ്ടി ധാരാളം നന്മകളും ചെയ്യുവാൻ വേണ്ടിയാണ്. ഒഴിവുകാലവും ലില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുക. അങ്ങനെ നാം അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും സ്വർഗത്തിലാണ്, ഇല്ലാ മൻ അബ, സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ. അതാരാണ്? അല്ലാഹു തആല പറഞ്ഞതായ കാര്യങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവർ. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു, വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞു. മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ച് ജീവിക്കുന്നവൻ, വഴിപ്പെട്ട് ജീവിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ അസാനി, എന്നെ വഴിപ്പെടാത്തവൻ നരകത്തിലും പ്രവേശിച്ചു. അങ്ങനെ നാം ലില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.